നമസ്കാരം, ഞാൻ ഡോക്ടർ ശുഭ വത്സല. സ്റ്റോറി ടെല്ലിംഗ് വിത്ത് ഡോക്ടർ ശുഭയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ റീസെൻ്റ്ലി എൻ്റെ പേഷ്യൻസ് ആയിട്ട് വരുന്ന ടീനേജ് ഗ്രൂപ്പിൽപ്പെട്ട, ആ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികൾക്ക്, അതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. അവർക്ക് കോമൺലി അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസിൻ്റെ കളക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മാക്സിമം കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടീനേജിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടൊരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ഒരാളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടോക്കിനിടയിൽ സാധാരണഗതിയിൽ വരുന്ന ടീനേജ് ഇഷ്യൂസ് കൂടുതലായിട്ട് റീപ്രൊഡക്റ്റീവ് ഫേസിൽ അവർ നേരിടുന്ന പല കണ്ടീഷൻസുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. ടീനേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 11 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ആ ഒരു ടീം ഗ്രൂപ്പിനകത്ത് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളുടെ പ്രശ്നങ്ങളാണ് കൂടുതലും ഹൈലൈറ്റഡ് ആയിട്ട് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോക്കിനിടയിൽ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളുടെ ഇഷ്യൂസ് ഹൈലൈറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആദ്യമേ തന്നെ മെനാക്കെ എന്ന കണ്ടീഷനോടെയാണ് ഈ ടീനേജിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടീനേജിലെ കുട്ടികളുടെ ഹെൽത്ത് കൺസേൺസ് സ്റ്റാർട്ട് ചെയ്തത്. മെനാക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ ചാനൽസും ചർച്ച ചെയ്ത് തഴപ്പിച്ചതാണ്. ആദ്യമായിട്ട് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം ആരംഭിക്കുന്നതിനാണ് മെനാക്കെ എന്ന് പറയുന്നത്. മുമ്പത്തെ പോലെയല്ല, ഇന്ന് വളരെ ഏർലി ഏജിൽ തന്നെ 10 വയസ്സിലോ 9 വയസ്സിലോ ഒക്കെ തന്നെ മെനാക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പല റീസൺസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള, മറ്റ് സോഷ്യൽ സറൗണ്ടിങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളാണ് ഏർലി മെനാർക്കി പറയുന്നത്. അതൊന്നും നമ്മുടെ ചർച്ചയിൽ വരുന്ന പ്രധാന വിഷയങ്ങളല്ല. മെനാർക്കിയോടെ തന്നെ കുട്ടികളുടെ ശരീരത്തിൽ മാറ്റം വരുന്നു. ശരീരത്തിൽ മാറ്റം വരുന്നതോടൊപ്പം തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡിൽ, അവരുടെ രീതികളിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ ഭാവം, അവരുടെ മറ്റു എല്ലാ സോഷ്യലൈസേഷൻ സ്കിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുന്നു. ഇത് പലപ്പോഴും ഈ ഒരു ചേഞ്ചുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് ഈ ടീനേജേഴ്സ് ഒരുപാട് സഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ സാഹചര്യത്തിൽ മെനോപോസിലേക്ക് എത്തുന്ന കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് അവർ നേരിടുന്ന മൂഡ് സ്വിങ്സ്. ആ സമയത്ത് ഹോർമോണിൻ്റെ തന്നെ ഒരു അതിപ്രസരം നേരിടും. ഇപ്പോൾ സെക്സ് ഹോർമോൺസ് ഡെവലപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സെക്സ് ഹോർമോൺസ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് തന്നെ അവരുടെ ബോഡിയിൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ എസ്പെഷ്യലി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ വോയിസ് ചേഞ്ച് ഉണ്ടാവും, ഉയരം കൂടും, ഒരുപാട് ചേഞ്ചസ് ശരീരത്തിൽ ആകമാനം ഉണ്ടാവും. ഇത് അതുപോലെ തന്നെ അവരുടെ മാനസികമായിട്ടും അവർക്ക് പരിവർത്തനം വരുത്തും. ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് മോഡിഫൈഡ് ആകുന്നതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജെൻഡറിനോടുള്ള അട്രാക്ഷനും കൂടും. അത് സ്വാഭാവികമായിട്ട് എന്താണ് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് വരാത്ത ആളുകളുണ്ട്, അതിനെന്താ പറയുന്നത്? സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് വരാത്ത അണ്ടർ ഡെവലപ്ഡ് ആയിട്ടാണ് സാധിക്കുന്നത്. എന്നിട്ട് ചിലർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് വരാറില്ല, ചിലർക്ക് നമ്മൾ നോർമലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണതാണ് ഓവറായിട്ട് സ്വെറ്റ് ചെയ്യണത്, ഭയങ്കര സ്പൈക്ക് ഓഫ് ഹോർമോൺ ആയിരിക്കും. ചില സമയങ്ങളിൽ ഭയങ്കര സ്പൈക്ക് ആയിട്ടിരിക്കും, നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട്, ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കും. ഇത് വരാത്ത ആളുകളാണ്. എനിക്ക് ഐ ആം നോട്ട് അവെയർ ഓഫ് ദാറ്റ്, എനിക്ക് വലിയ പിടുത്തമില്ല. ബട്ട് കംപ്ലീറ്റ്ലി ആബ്സെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് അത് വേരിഡ് ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരും. അപ്പോൾ ഈ മെനാക്കയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് എല്ലാവർക്കും വരും. പക്ഷെ സ്വെറ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണഗതിയിൽ പറയും, ഇപ്പോൾ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആസ് യു ഓൾറെഡി നോ, അപ്പോൾ വളരെ കുഞ്ഞായിട്ട് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നവരുണ്ട്, വളരെ മാസീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നവരുണ്ട്, അതിന്റെ പേരിൽ തന്നെ ഇൻസെക്യൂരിറ്റീസ് ഫേസ് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ഓവർ കോൺഷ്യസ് ആകുന്നവരുണ്ട്. അത് ഈ ബോഡി ഡെവലപ്മെന്റ്സ്. അതുപോലെ തന്നെയാണ് ഈ സ്വെറ്റിങ്ങും മറ്റ് സെക്രീഷൻസ്, വെജൈനൽ സെക്രീഷൻസ് തുടങ്ങിയിട്ടുള്ളതെല്ലാം വേരി ചെയ്യും. അത് ഇപ്പോൾ വെജൈനൽ സെക്രീഷൻസിനെ പറ്റി തന്നെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതെ, നിറയെ ഫ്ലോ ഉള്ളവരുണ്ട്, കുറച്ച് ഉള്ളവരുണ്ട്. അതെ, അപ്പൊ അതിൽ സാധാരണഗതിയിൽ ദുർഗന്ധം വരികയോ ആ ഡിസ്ചാർജിന്, ആ സാധാരണഗതിയിൽ വരുന്ന വെജൈനൽ ഡിസ്ചാർജിന് നിറമാറ്റം കാണുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻ ആവശ്യം വരുന്നത്. സാധാരണഗതിയിൽ അത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും, ബട്ട് അതെല്ലാം ഒരു നോർമൽസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഭേദഗതികൾ വരുമെന്ന് നമ്മൾ കണ്ടു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള അട്രാക്ഷൻ കൂടുന്നതായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ
ഭാഗമായിട്ട് റിലേഷൻസ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ സാധാരണ രീതിയിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേനും മറ്റ് ട്യൂഷൻ സെൻറ്റേഴ്സിൽ, അപ്പോൾ സ്കൂള് ഒരു സെയിം ജെൻഡറിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട്, സെയിം ജെൻഡറിൽ, അപ്പോൾ ലേഡീസ് മാത്രമാണ്, ഗേൾസ് മാത്രമുള്ള സ്കൂളുകൾ, ബോയ്സ് മാത്രമുള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ മിങ്കിൾ ചെയ്യുമ്പോൾ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യും. ഈ റിലേഷൻസ് കാരണം ഉണ്ടാകുന്ന ഇമോഷണൽ ട്രോമാസ്, ഇമോഷണലി വരുന്ന അവർക്ക് വരുന്ന മോഡിഫിക്കേഷൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സമയത്ത് അവരെ ബാധിക്കുന്നതാണ്. ഈ ടീനേജിൽ തന്നെയാണ് അവരുടെ എഡ്യൂക്കേഷന് വളരെ പീക്കായിട്ടുള്ളൊരു സമയം പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസവും ഈ വരുന്ന ബോഡിക്ക് ചേഞ്ചസും കൂടെ പോപ്പപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പാടുപെടും. അപ്പോൾ ഈ ചേഞ്ചസിനിടയിലാണ് സാധാരണ രീതിയിൽ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ആ ടോപ്പിക്കാണ് മെയിൻലി നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. കാരണം റീസെൻ്റ്ലി 1-2 കുട്ടികൾ വളരെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് തന്നെ എന്നോട് വന്ന് അത് സംസാരിക്കുകയും, അപ്പോൾ അവർ പറയുന്ന കൺസേൺ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ ഇപ്പോൾ വരുന്ന സ്കൂളിലെ എഡ്യൂക്കേഷൻ സ്കീം അനുസരിച്ച്, അപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് സാധാരണ അവർക്ക് കിട്ടുന്ന ബേസിക് എഡ്യൂക്കേഷൻ കുട്ടികൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതായത് മെൻസ്ട്രേഷനെ കുറിച്ച്, സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, ഹൈജീനിനെ കുറിച്ചുള്ള ബേസിക് എഡ്യൂക്കേഷൻ അല്ലാതെ സെക്ഷുവാലിറ്റി എന്ന് സ്പെസിഫിക്കലി പറയുന്ന ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് കുറവാണ്. അതുകൊണ്ട് അത് ശരിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ചാപ്റ്റർ വന്നപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. ഞാനിവിടെ നാട്ടിലെ സ്കൂളാണ് പഠിച്ചത്, അതുകൊണ്ടായിരിക്കും അതുകൊണ്ടോ മറ്റ് വേറെ സ്കൂളുകളോ അതൊന്നും എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നമുക്ക് ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാറുണ്ട്. നമുക്കത് സെൽഫായിട്ട് കണ്ടുപിടിച്ച് അതെന്താണെന്ന് അറിഞ്ഞ് നമ്മൾ പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് കുറച്ച് ഇത് ഫോർവേഡ് ആയിട്ട് വന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ കൊണ്ടാണ് നമുക്ക് ഈ സംഭവം മനസ്സിലായത്. പിന്നെ ഞാൻ അയക്കുമ്പോൾ സോ മെനി പീപ്പിൾ, ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്, ഒരു പിടുത്തവും ഇല്ല, ഒരു പൊട്ടും പൊടി അറിഞ്ഞൂടാത്ത ആളുകളുണ്ട്. ബട്ട് ഇപ്പൊ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ കുറെ പിള്ളേർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പഠിച്ചിരുന്ന എന്റെ ടീം സമയത്തൊക്കെ ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ us. നമുക്ക് ഒരുപാട് തപ്പി നടക്കേണ്ടി വരും. നമ്മൾ സ്കേഴ്സ് ആയിട്ട് നടക്കുന്നത് ഇങ്ങനത്തെ ഇൻഫർമേഷന് വേണ്ടി. പിന്നെ ആ സമയത്ത് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം എല്ലാവരും ഒരു ഫോർബിഡൻ സോൺ ആയിട്ട് ഇവിടോട്ട് ഈ സംഭവത്തിലോട്ട് പോകാനേ സമ്മതിക്കില്ല, നമ്മളെ ഈ ഇൻഫർമേഷൻ എടുക്കാനേ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഇത് കിട്ടാൻ ഭയങ്കര പാടും. പിന്നെ നമുക്ക് പണ്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഇതൊരു ഓക്കെ സംസാരിച്ചോ, സംസാരിച്ചോ, അത് ബ്ലോക്ക് ചെയ്യണ്ട. പറഞ്ഞു ബാക്കി പറഞ്ഞു. ഈ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അതെന്ന് പറഞ്ഞാൽ ആകെപ്പാട് നമ്മൾ സംസാരിച്ചു പറഞ്ഞാൽ പാഡുകളെ പറ്റി മാത്രമാണ്. അത് തന്നെ നമുക്ക് അതിന്റെ ആ ക്ലാസിന്റെ ടോപ്പിക്കിന്റെ ടൈറ്റിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ ആണ്, അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒട്ടും തൊട്ടില്ല. നമുക്ക് ആകെപ്പാട് നമ്മുടെ ഒരു നാച്ചുറൽ ഈ സംഭവമായിട്ടുള്ള ഒരു പീരീഡ്സ് അതിനെ പറ്റി മാത്രമേ സംസാരിച്ചുള്ളൂ. എക്സാക്ട്ലി ഈ സെയിം കൺസേൺ ആണ് എന്റെ പേഷ്യന്റ് എന്നോട് ഷെയർ ചെയ്തത്. കാരണം ക്ലാസ്സുകളിൽ ഈവൻ +2 ക്ലാസ്സുകളിൽ പോലും അവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ, അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ലിറ്ററലി അവർക്കൊരു സെക്ഷൽ ഇന്റർകോഴ്സ് എന്നുള്ള കാര്യമല്ല വേണ്ടത്. ശരിക്കും ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള വളരെ ബേസ് ലൈനായിട്ടുള്ള, ഇപ്പൊ മോളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഫോർമേഷൻസ് വളരെ എസെൻഷ്യൽ ആണ്. കുട്ടികൾ അതുപോലെ തന്നെ ക്രൂഷ്യലായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലർ അല്ല എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഒരു സംഭവം വളരെ റീസെന്റ് 1-ൽ കൂടുതൽ കേസസ് ഐ കെയിം അക്രോസ്, ലൈക്ക് ഈ ടീനേജിൽ വരുന്ന പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ പലപ്പോഴും ഈ കാര്യങ്ങൾ ലൈക്ക് ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം മെൻസ്ട്രേഷനെ കുറിച്ചും പാഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും എന്നുള്ളതിനപ്പുറം ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ദിയർ, എക്സാക്ട്ലി എന്താ ഇൻഫർമേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണയില്ലാതെ മിക്കപ്പോഴും ഇവർ സെക്ഷൽ എക്സ്പെരിമെന്റേഷൻ, ലിറ്ററലി സെക്ഷൽ എക്സ്പെരിമെന്റേഷന് പോകും. അതിനകത്ത് ഈ വിവരമില്ലായ്മ കാരണം സംഭവിക്കുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതിൽ കൂടുതലും ട്രോമറ്റൈസ്ഡ് ആകുന്നത് പെൺകുട്ടികളാണ്. കാരണം നമുക്ക് അറിയാം, നമ്മുടെ സൊസൈറ്റി അതിനെ വളരെ വെൽക്കം ചെയ്യുന്ന ഒരു സംഭവമൊന്നുമല്ല. നമ്മുടെ എല്ലാ വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. എല്ലാ കുട്ടികളും അതിനകത്ത് ട്രോമറ്റൈസ്ഡ് ആകുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇമോഷണൽ കൺസേൺസ് ഉണ്ട്, അതിനകത്ത് ഫിസിക്കൽ കൺസേൺസ് ഉണ്ട്, അതിനകത്ത് ലോജിക്കൽ, എത്തിക്കൽ, ലീഗൽ കൺസേൺസ് ഒരുപാടുണ്ട്. ഈ കാര്യത്തെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതികളിലാണ്. കുട്ടികളിൽ ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന ട്രോമയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ആവശ്യം. അപ്പോൾ
സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, സെക്ഷൽ അട്രാക്ഷൻസ് വരുന്നു. ഇതൊക്കെ നോർമലാണ് എന്ന് പഠിപ്പിക്കുകയാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നോർമലാണ് എന്ന് മനസ്സിലാക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രകൃതി അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഫിസിക്കൽ ഡെവലപ്മെന്റും ഫിസിക്കൽ അട്രാക്ഷനും. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അടുത്ത സന്താനോൽപത്തി എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ നമ്മളൊരു സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൽ അവയർനെസ് എന്നുള്ളൊരു പോയിന്റ് വരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൺസേൺ അല്ലേ നമുക്ക് ശരിക്കും വേണ്ടത്. അപ്പോ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ടോ? ടീൻ പ്രഗ്നൻസിക്ക് എനിക്കുള്ള ഇപ്പോ അത് ടീൻ പ്രഗ്നൻസി സംഭവിക്കണമെങ്കിൽ തന്നെ ഓൾറെഡി ദേ നോ എ ലോട്ട് അബൌട്ട് സെക്സ് എഡ്യൂക്കേഷൻ ആ സംഭവങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ആഫ്റ്റർ കെയർ ആണ് അറിയേണ്ടത്. അപ്പൊ ഈ പീപ്പിൾ ഹു ചൂസ് ടു കീപ് ദ ബേബി അവർക്കുള്ള ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ പീപ്പിൾ ഹു ചൂസ് ടു ടെർമിനേറ്റ് ദ ബേബി രണ്ടും സംഭവിക്കാമല്ലോ. അപ്പൊ അതിനകത്തുള്ള ആഫ്റ്റർ കെയർ ആണ് എനിക്ക് ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട്. അത് മേ ബി അത് എന്തൊക്കെയാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ്, മേ ബി നമുക്ക് ഓവർ ദ കൗണ്ടർ ആയിട്ട് കിട്ടുന്ന നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ പറ്റും. കുറെ പേർക്കൊന്നും പേരറിഞ്ഞൂടായിരിക്കും, സെർച്ച് ചെയ്ത് തന്നെ കിട്ടുന്ന ഭയങ്കര മിനിമൽ ആയിരിക്കും. കുറെ പേർക്ക് സൈഡ് എഫക്ട്സ് അറിഞ്ഞു കഴിക്കുന്ന മെഡിസിൻസിന്റെ ഒക്കെ. അപ്പോൾ ഈ അങ്ങനത്തെ മെഡിസിൻസ് ലൈക്ക് സപ്ലിമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ടു ഹെൽപ്പ് ദ ബേബി ഓർ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വാട്ട് ആർ ദ ഓപ്ഷൻസ് അത് കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഈ കൺസേൺസ് അപ്പോൾ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പൈലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് 1 by 1 ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് ഈ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്, അതായത് കൺസീവ്ഡ് ആയി എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ ആദ്യത്തെ പാർട്ടിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റേഷൻ എങ്കിലും നടത്തിയ ആൾക്കാണ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു റിസൾട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കുറെ എത്തിക്കൽ കൺസേൺസ് ഉണ്ട്. എത്തിക്കൽ കൺസേൺസിൽ ഈ മിക്കവാറും ഈ ടീം ഒരു 18 ഇയേഴ്സിന് താഴെയുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രഗ്നൻസിയായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കെയറിനും ഒരു പാരന്റൽ അല്ലെങ്കിൽ ഒരു ഗാർഡിയന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിനകത്തുള്ള ലീഗൽ കൺസേൺ എന്ന് വെച്ചാൽ ഈ ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കൺസെന്റ് ഒപ്പിടാനായിട്ട് പാരന്റ്സിൽ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ, ഒരു ലീഗലുള്ള. ഞാൻ കേട്ടത് ഇന്ത്യയിൽ നമുക്ക് വുമന്റെ മാത്രം കൺസെന്റ് മതി എന്നാണല്ലോ. അത് 18 താഴെ വരുമ്പോൾ ഡിഫറെന്റ് ആവും. 18 താഴെ വരുമ്പോഴത്തേനും ഒരു മൈനറാണ്. മൈനേഴ്സിന് സാധാരണഗതിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്നാണ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പം അവർക്ക് പ്രത്യേകിച്ച് ടെർമിനേഷൻ വരുമ്പോഴും ലീഗലി അങ്ങനെയാണ്. അപ്പോൾ 18 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. അപ്പോൾ കുഞ്ഞിനെ കീപ്പ് ചെയ്യുന്നതായാലും ടെർമിനേറ്റ് ചെയ്യുന്നതായാലും. അപ്പോൾ ഈ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മൈനർ ആണെങ്കിൽ പാരന്റൽ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ സപ്പോർട്ട് ആവശ്യമുണ്ട്, ഒരു സിഗ്നേച്ചർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെന്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള മിക്കപ്പോഴും ഇത് ലീഗലി കീപ്പ് ചെയ്യാനായിട്ട് അവരോട് അഡ്വൈസ് ചെയ്യാറില്ല എന്നുള്ളതാണ് എന്റെ സത്യാവസ്ഥ. പക്ഷെ ഡോക്ടേഴ്സ് പൊതുവിൽ അഡ്വൈസ് ചെയ്യാൻ അതിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇതിനകത്ത് എത്തിക്കൽ പോയിന്റ്സ് അതിൽ ഡോക്ടേഴ്സിനിടയിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉള്ളവരുണ്ട്. എത്തിക്കലി ഇതിൽ അറിയാം മതപരമായ കൺസേൺസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോ പലരുടെയും വിശ്വാസങ്ങളെ ഹേർട്ട് ചെയ്യുന്ന സംഗതിയാണല്ലോ. അപ്പോ ഇത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തൊരു ഡിസിഷൻ മേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ വരുമ്പോ ഈ കുഞ്ഞിനെ കീപ്പ് ചെയ്യുന്നത് അമ്മയുടെ ഹെൽത്തിന് എന്തെങ്കിലും റിസ്ക് ഉള്ള സാഹചര്യത്തിൽ മാത്രമായിരിക്കും. അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അമ്മയുടെ ആരോഗ്യത്തിന്, അതായത് ഈ കുഞ്ഞു ടീനേജറിന്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് മാത്രമാണ് ബേബിയെ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് ഒരു ഗാർഡിയൻ, ലീഗൽ ഗാർഡിയൻ കുഞ്ഞിന് ഈ ടീനേജർക്ക് 18 വയസ്സാകുന്നത് വരെ കുഞ്ഞിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ലീഗൽ ഗാർഡിയനെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് ഈ കീപ്പ് ചെയ്യുന്ന കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അഡൽറ്റ് വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ നിയമം ഈ ചൈൽഡ് ഹെൽത്ത് കെയർസ് ഒക്കെ അതിനകത്തുണ്ട്. അത് പക്ഷെ അത്രയും പ്രോമിനന്റ് അല്ല, നമുക്ക് ഇപ്പോഴും അത്രയും പ്രോമിനന്റ് അല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് വർക്കിംഗ്. പിന്നെ ഇതിനകത്ത് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിലെ അടുത്ത ചോദ്യം അതാണ്, എന്ത് രീതിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നല്ലേ ചോദിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 24 വീക്സിനുള്ളിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിലെ സാധാരണ മെഡിസിൻസ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ടാബ്ലറ്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രൊസീജിയറാണ്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. അതിനുശേഷമാണ് അതും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിന്റെ സജഷനോടെ മാത്രം. കാരണം ആ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഈ കുട്ടികളെല്ലാം പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിഫറെന്റ് ആണ്. ദേ ആർ സ്റ്റിൽ ഗ്രോയിങ്. അപ്പോൾ അവരൊരു കംപ്ലീറ്റ്ലി ഗ്രോൺ ആയിട്ടുള്ള ഒരു അഡൽട്ട് അല്ല. അപ്പൊ അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടോ, അനീമിയയുടെ റിസ്ക് ഉണ്ടോ,
എക്ലാംസിയ, പ്രീ എക്ലാംസിയ തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള സ്റ്റഡീസ്, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഹൗ ടു മേക്ക് ദ പ്രൊസീജിയർ, ഹൗ ടു ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എപ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി അത് അടുത്ത ചോദ്യം, ഈ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഓവർ കൗണ്ടർ സംഗതികളെ കുറിച്ചാണ് പിന്നെ ചോദിച്ചത് അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പോ സാധാരണ ഇതിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് 94% എഫക്റ്റീവ് ആയിട്ട് പറയുന്നത് കോണ്ടംസ് ആണ്. അപ്പൊ കോണ്ടംസ് 2 തരത്തിലുണ്ട്, മെയിൽ കോണ്ടംസും ഫീമെയിൽ കോണ്ടംസും ഉണ്ട്. പോപ്പുലർ അല്ല, അത്രയും പോപ്പുലർ ആയിട്ട് മാർക്കറ്റിൽ കിട്ടാറില്ല. പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, നോട്ട് ടു മച്ച്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ മെയിൽ കോണ്ടംസ് ഓവർ ദ കൗണ്ടർ വാങ്ങുന്നതിന് തൽക്കാലം കുഴപ്പമൊന്നുമില്ല, ഏജ് ഒരു ബാരിയർ ഒന്നുമില്ല. പിന്നെ സ്പെർമിസൈഡ്സ് ഉണ്ട്, സ്പേംസിനെ കില്ല് ചെയ്യുന്ന ജെല്ല് പോലത്തെ സംഗതികള്. അപ്പോ അങ്ങനത്തെ സംഗതികളുണ്ട്. അതിനകത്ത് ചില ലിനമെന്റ്സ് ഉണ്ട്, അതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എസ്പെഷ്യലി ബർത്ത് കൺട്രോൾ പിൽസ് ഉണ്ട്. ബർത്ത് കൺട്രോൾ കൂടുതലും ബർത്ത് കൺട്രോൾ പിൽസ് ഉണ്ട്, ആഫ്റ്റർ പിൽസ് ഉണ്ട്. അതല്ല ഞാൻ ഒരു വീക്കിനനുസരിച്ച് ഹോർമോൺ പിൽസ് ആണ്. അപ്പൊ ബർത്ത് കൺട്രോൾ പിൽസ് ഉണ്ട്, ആഫ്റ്റർ പിൽസ് ഉണ്ട്. ആഫ്റ്റർ പിൽസ് ഈ ഐപിൽ എന്നൊക്കെ പേരിൽ കിട്ടുന്ന പല ബ്രാൻഡ് നെയിമിൽ കിട്ടുന്ന സാധനങ്ങളുണ്ട്. അത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ 24 to 48 hours ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്, അതും സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ 75% ആണ് റിസൾട്ട് പറയുന്നത്, സ്റ്റിൽ എഗ് ബോക്സ്. അപ്പൊ അങ്ങനത്തെ സംഗതികൾ ഉണ്ട്. ബട്ട് ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ പറഞ്ഞുവെങ്കിലും ഇതിനകത്ത് ഇപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനകത്തൊരു സോഷ്യൽ ബാരിയർ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഇവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒന്നുകിൽ പാരന്റ്സ്, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഡോക്ടേഴ്സ്, അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന അഡൽട്സ്. ഇഫ് ദേ മെറ്റ് വിത്ത് സംതിങ് ലൈക്ക് ദിസ്, അപ്പൊ അവർക്കൊരു സംഗതി വന്നു കഴിഞ്ഞാല് അത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഒരു ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കിട്ടുന്ന വാലുതരയില്ലാത്ത കുറെ ഇൻഫർമേഷൻസ്. അപ്പൊ അതും കൂട്ടുകാരികളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർവേർട്ടഡ് ആയിട്ടുള്ള അഡൽട്ട് ഉണ്ടെന്നോ ഒക്കെ കിട്ടുന്നതാണ്. മേ ബി ഐ ഹാവ് സീൻ കേസസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കിട്ടുന്ന ഇൻഫർമേഷൻസ് എത്ര റോങ് ആയിരിക്കും. അപ്പൊ ഇവര് ഈ ടെർമിനേഷൻ പ്രഗ്നൻസിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് അവര് സെൽഫ് ഹാം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അവർ ഉപയോഗിക്കുന്നത് ഉറപ്പ് അതവരെ ഹാം ചെയ്യുമെന്ന് മാത്രമല്ല, അവർക്ക് ഫ്യൂച്ചറിൽ അത് ഒരുപാട് ട്രോമ ഉണ്ടാക്കുകയും ചെയ്യും, ഫിസിക്കലി ആൻഡ് മെന്റലി. അതുമാത്രമല്ല ഫ്യൂച്ചറിൽ അവർ സ്കേർഡ് ആയിരിക്കും ഇങ്ങനെ ഒരു ഇതിന്. അത്രയും നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി ഫംഗ്ഷൻ അവർ പേടിക്കും. എക്സാക്ട്ലി. അപ്പോൾ ഇപ്പോ വളരെ പോപ്പുലർ ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്ത്രീകളെല്ലാം കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവുന്നു, അവര് മാരേജിന് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് അവർ അത്ര ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കരുതുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല, അതൊരു പാർട്ട്ണർഷിപ്പിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വരുന്നില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ ബേസ് ലൈൻ നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ലൈക്ക് അതിനകത്ത് കംപ്ലീറ്റ് ഇഗ്നോറൻസ് ഒരു പാർട്ടിലുണ്ട്, പിന്നെ കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് വന്ന കുറെ ട്രോമാസ് ഉണ്ട്. അപ്പൊ ഈ ട്രോമ വളർന്നു വരുമ്പോൾ ഒരു അഡൽറ്റിന് ഒരിക്കലും അതിനൊരു മെച്യൂർഡ് ഫോമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ചൈൽഡ്ഹുഡ് ട്രോമാസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ അത് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിൽ പോലും ഇയാളുടെ മാനസികാവസ്ഥയെ അത് അഫക്ട് ചെയ്തിരിക്കുന്ന എത്ര ഡെപ്തിലാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന്റെ ഓളിയം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ ട്രോമ മാത്രമല്ല മെന്റൽ ട്രോമ ഫ്യൂച്ചർ ലൈഫിൽ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടെ വൈഡ് ആവണമെന്നും ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് വേണമെന്നും ഓപ്പൺ അപ്പ് ആവാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒപ്പീനിയൻ. ഈ ഒരു കാര്യത്തിൽ സംഭവം നോർമലി നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനെ പറ്റി, ഇതിന് ഉള്ള ബുക്സ് ഉണ്ട്. നമുക്ക് നോർമലി നമ്മുടെ സ്കൂൾ ലൈബ്രറീസിലൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല ഇതുപോലത്തെ സാധനങ്ങൾ. ഞാൻ കണ്ടിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഇൻ മൈ ടൈം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ബുക്സുകളൊന്നും. നമുക്ക് ഇൻ കേസ് ഇപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു തന്നില്ല, അപ്പോൾ നമുക്ക് അവർക്ക് മേ ബി അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാമല്ലോ. നമുക്ക് ടു ഷൈ ടു ഡു സോ, അല്ലെങ്കിൽ അവർക്ക് they are not so open about it and maybe they are protecting us in some kind of twisted അവരുടെ പേരില്. അപ്പോ അതുകൊണ്ട് അവരിതിനെ പറ്റി പറഞ്ഞു. പക്ഷെ അറ്റ്ലീസ്റ്റ് they can provide something, you know, like a book, ഒരു പാംഫ്ലെറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ നമുക്കന്ന് ഉണ്ടായിരുന്ന ടോപ്പിക് ഞാൻ പറഞ്ഞില്ല, പാഡിനെ പറ്റി മാത്രം സംസാരിച്ചത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവർക്ക് സംസാരിക്കേണ്ട
പാംഫ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലും തരാം, നമുക്കത് വായിച്ചെടുക്കാം അങ്ങനെയുള്ളത്. അപ്പോ അങ്ങനത്തെ ഒരു അഡിക്ഷനാണ് വാട്ട് ഐ ഹോപ്പ്. അല്ലെ ഞാൻ ഏറ്റവും കൂടുതൽ ഹോപ്പ് ചെയ്യുന്നത് പറയും, നോർമലി പീപ്പിൾ ഇതൊരു വലിയൊരു സംഭവമായിട്ട് ഫോർബിഡൻ സോൺ ആയിട്ട് എടുക്കാതെ മര്യാദയ്ക്ക് ഇതൊരു ജസ്റ്റ് ഒരു നാച്ചുറൽ ടോക്ക് ആയിട്ട് സംസാരിച്ച് എടുക്കാം. ഇതിനോട് പ്രോബ്ലം അങ്ങനെയല്ലാതെ. അതാണ് ഇത് തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക് ഇന്ന് സംസാരിക്കാൻ തീരുമാനിച്ച ഒരു കാര്യം. കാരണം ഇതൊരു ഫോർബിഡൻ ഏരിയ അല്ല, ഇതൊരു ഫോർബിഡൻ ടോപ്പിക്കും അല്ല. അപ്പൊ സാധാരണഗതിയിൽ ഒരാൾക്ക് വിശക്കുന്നത് പോലെ ദാഹിക്കുന്നത് പോലെ മറ്റ് ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ ഉള്ളതാണ് ഒരാളുടെ സെക്ഷൽ നീഡും. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഹോർമോണിൽ വരുന്ന വേരിയേഷന്റെ സമയത്ത് തന്നെ അവർക്കുണ്ടാകുന്ന ആശങ്കകളെ ക്ലിയർ ചെയ്യാന്നുള്ളത് ഒരു റെസ്പോൺസിബിൾ അഡൽറ്റിന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ വരുന്ന കാര്യങ്ങളെ നമ്മൾ അതിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഫീമെയിൽസിന്റെ കാര്യം പറഞ്ഞു, വാട്ട് ഹാപ്പൻസ് ടു ബോയ്സ്. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ബോയ്സ് ആ ഒരു പാട്ട്. അപ്പൊ ഇവിടെ 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ എടുത്ത് ഒരു സെക്ഷൽ ഇന്റിമസി ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായാല് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റേപ്പ് കേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. അത് കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിന് അണ്ടർ ഏജ് ആണെന്നുള്ള പ്രൊട്ടക്ഷൻ ആൾക്ക് കിട്ടും, മൈനർ ആണെന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും, ബട്ട് നോട്ട് ടു മച്ച്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസില് ഈ കേസിനെ ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്റ്റർബ് ആകുന്ന ഒരു സംഗതിയാണ്. ഒരുപാട് സംഗതികൾ അതിനകത്ത് വരുന്നതാണ്. ഈ ഓരോ കേസും ഡിഫറെന്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ഇപ്പോഴത്തെ ചേഞ്ച് നമുക്ക് വലിയ പിടുത്തമില്ല. അത് കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഡേ ബൈ ഡേ ലീഗലി ഉള്ള സാധനങ്ങൾ മാറുന്നുണ്ട്. അപ്പോ അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. കാരണം ഇപ്പൊ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് നിയമത്തിന് ഭേദഗതി വരുത്തുന്നുണ്ട്. അതിനകത്തുള്ള മോഡിഫിക്കേഷൻസ് ഭയങ്കര അക്സെപ്റ്റബിൾ ആണ്. ലൈക്ക് ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, 18 വയസ്സായി കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് MTP ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ ആൾക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ലൈക്ക് നേരത്തെ ആണെങ്കിൽ ഹസ്ബൻഡിന്റെയോ ഫാദറിന്റെയോ അല്ലെങ്കിൽ ഒരു യങ് അഡൽറ്റിന്റെയോ ഒക്കെ ഒരു കൺസെന്റോ അവരുടെ കൂടെ സപ്പോർട്ടോ ആവശ്യമുണ്ടായിരുന്നു. So at least they are considering female as a grown up. അത് 18 ഈക്വലി ഉള്ള ഒരു അതായത് ഒരു കുഞ്ഞിനെ ഓൺബോർഡ് ഡിസിഷൻ അവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ കൊടുക്കുന്ന ഒരു പെർമിഷൻ പോലെ. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. യെസ്, ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ലീഗൽ മോഡിഫിക്കേഷൻ ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. മാത്രമല്ല ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വലിയ തിങ് ആണ്. ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. അപ്പൊ ആ ടാസ്ക് എടുക്കാനായിട്ട് ഈ വ്യക്തി ഇമോഷണലി, ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി ഒക്കെ കേപ്പബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികള് ഈ കുഞ്ഞിനെ കീപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആ കുഞ്ഞിനെ അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവന്റെ റൈറ്റ് ആണ്, ബേസിക് റൈറ്റ് ആണ്. ഒരു 16 വയസ്സിലോ 17 വയസ്സിലോ ഒരു മദർ ആകേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും ഒരു പ്രഗ്നന്റ് ആയ കുട്ടിക്ക് സ്കൂളിൽ റെഗുലർ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ സെറ്റപ്പ് അങ്ങനെയാണ്. അപ്പൊ എന്തോരം ഹ്യൂമിലിയേറ്റ് ആവും. പാരന്റ്സ് വലുതായിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ഇപ്പൊ അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ അവരുടെ സ്റ്റഡീസിന് നല്ലതായിട്ട് അവരുടെ മാർക്സ് താഴേക്ക് മാത്രമല്ല മിക്കപ്പോഴും അവര് ഡ്രോപ്പ് ഔട്ട് ആവും. അത് താഴെ പോവാന്നുള്ളതിനേക്കാളും കൂടുതൽ പിന്നെ ആലോചിച്ചാൽ മനസ്സിലാവോ എന്തോ, ലൈക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആള്. പിന്നെ അതിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് മേളി വന്ന് അതിനായിട്ട് കോപ്പപ്പ് ചെയ്ത് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് ലൈക്ക് അതിന് വേണ്ടിയിട്ട് കൊച്ചിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യലി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ടീനേജറെ പിന്നെ ഒരു യങ് അഡൽറ്റാണ്. ആ യങ് അഡൽറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ, അയാളുടെ കരിയറിനെയും ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഇല്ലെങ്കിൽ അതെന്ത് ആകുമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. സോ നമ്മൾ ഇതിനകത്ത് കൺക്ലൂഷൻ പറയുമ്പോൾ ഓപ്പൺ അപ്പ് ആയിട്ടുള്ള കുറച്ചുകൂടെ വൈഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ലൈക്ക് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന വിഷയം കൂടുതൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിറ്റി ലെവലിലേക്ക് എത്തിക്കാനും ഈ കമ്മ്യൂണിറ്റി അതുപോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തരാനും ഇതിനെ കുറച്ചുകൂടി ഈ ടോപ്പിക് നോർമലൈസ് ലൈക്ക് ഇതിനെ ഒരു ഫോർബിഡൻ ഏരിയ അല്ലേ, നമ്മളിതിനെ ഒതുക്കി വെക്കേണ്ട കാര്യമില്ല. ഇതിനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, ഇതൊരു നോർമൽ തിങ് ആയിട്ട് എടുക്കുക. അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്
വേണ്ട ഹെൽപ്പ് എന്താണെന്നുള്ളത് ആലോചിക്കാനായിട്ടുള്ള ഒരു മിനിമം ഫ്രീഡം എങ്കിലും ഈ സൊസൈറ്റിയിൽ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ആൺ പെൺ ഭേദമില്ലാതെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഔട്ട്കം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവർക്ക് കിട്ടുന്ന റിസൾട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ കരിയറും ലൈഫും ലൈക്ക് പേഴ്സണൽ ലൈഫും അവരുടെ പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യാനായിട്ട് വലിയ കഷ്ടം ഉണ്ടാവില്ല. സോ ഇത് വളരെ പെരിഫറൽ ആയിട്ടാണ് ഈ ഒരു വലിയ വാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. നമുക്ക് ഇതിനകത്ത് ഒരു സൊസൈറ്റി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് കൂടുതൽ പേർക്ക് കൂടുതൽ ക്വരീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഓരോന്നോരോന്നായിട്ട് പിക്ക് ചെയ്ത് സംസാരിക്കാം. ഒരു ഭയങ്കര നമ്മള് കുറച്ച് മാത്രം സർഫസ് മാത്രം കവർ ചെയ്തിട്ടുള്ള സാധനം, ഇതിനകത്ത് ഡീപ്പായിട്ട് ഒന്നും നിറയെ ഉണ്ട്. അപ്പോ അത് ഓരോ ടോപ്പിക് വൈസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റും. വി ഹാവ് ടു ഡു റിസർച്ച് ഓബ്വിയസ്ലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ഗൈസ് ക്യാൻ കമന്റ് റൈറ്റ്. യെസ്. അപ്പൊ അതിനകത്ത് നമുക്കറിയില്ലല്ലോ എത്ര പേര് ഇതിൽ ശരിക്കും നീടുണ്ടാകും. ഏതൊക്കെയാണ് തൊടാതെ പോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് പിടിയില്ല. അപ്പൊ നമുക്കിതിനകത്ത് ശരിക്കും നീടുള്ള പോർഷൻസ് വിട്ടുപോയോന്ന് അറിയില്ല. അനാവശ്യമായ വാർത്തകൾ കൂടുതൽ എംഫസൈസ് ചെയ്തോന്ന് നമുക്കറിയില്ല. സോ അതിനകത്ത് ഈ കേൾക്കുന്നവര് അവർക്ക് നീടുണ്ടെന്ന് പറയുന്ന പോർഷൻസിനെ നമുക്ക് എംഫസൈസ് ചെയ്തിട്ട് വേറെ ചാപ്റ്റേഴ്സ് ചെയ്യാം. സോ ഐ തിങ്ക് ദിസ് ഇസ് ടൈം ടു വൈൻഡ് അപ്പ്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പെരിഫറൽ ആയിട്ടാണ് ഈ ടോപ്പിക്കിനെ ചെയ്തു പോയിട്ടുള്ളത്. നിങ്ങളുടെ കൺസിഡറേഷൻസ്, നിങ്ങളുടെ സജഷൻസ് വാല്യൂബിൾ ആണ്, നിങ്ങളുടെ ക്വരീസ് വാല്യൂബിൾ ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച്.